MBS എക്സാം എഴുതുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 9 മെയിൻ പോയിൻറ്റ്സ് എന്താണെന്നും അതിൻ്റെ ബൈബിൾ റെഫറൻസസ് എന്തൊക്കെ നമ്മൾക്ക് കൊടുക്കാമെന്നും കാണാം. പ്രതിസന്ധിയിലുള്ള ധൈര്യം. രണ്ടാമത്തത് ദൈവത്തിൻ്റെ കരുതലും ഇടപെടലും. ദൈവം എങ്ങനെയാണ് എസ്തേറിനെ കരുതി മൊർദെഖായിലൂടെ ഇടപെട്ട് എങ്ങനെ അഹശ്വേരോശിൻ്റെ രാജ്ഞിയാക്കി എസ്തേറിനെ മാറ്റി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. റോമർക്ക് എഴുതിയ പുസ്തകം 8:28 നമുക്കതൊരു ബൈബിൾ റെഫറൻസ് ആയിട്ട് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തത് ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്. സാധാരണ ഒരു യഹൂദ യുവതിയായിരുന്ന എസ്തേറിനെ എങ്ങനെ അഹശ്വേരോശിൻ്റെ രാജ്ഞിയാക്കി എന്നുള്ളതിൻ്റെ ആണ് ഇവിടെ നമ്മൾ നൽകേണ്ട എക്സ്പ്ലനേഷൻ. 1 കൊരിന്ത്യൻ 1:26-31 വരെയുള്ള വാക്യങ്ങൾ നമുക്കിവിടെ റെഫറൻസ് ആയിട്ട് അതിന് കൊടുക്കാവുന്നതാണ്. വിശ്വാസവും സ്ഥിരതയും. പ്രവാസത്തിലായിരിക്കുമ്പോൾ മൊർദെഖായിയും എസ്തേറും എങ്ങനെ തങ്ങളുടെ വിശ്വാസത്തിൽ സ്ഥിരതയിലും ഉറച്ചു നിന്നു എന്നുള്ളത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പ്രവാസത്തിലും അവരെങ്ങനെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അത് ഡാനിയലിൻ്റെ പുസ്തകം 3:16-18 വരെയുള്ള വാക്യങ്ങൾ നമുക്കവിടെ റെഫറൻസസ് ആയിട്ട് പഠിച്ചെഴുതാവുന്നതാണ്. മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി. എങ്ങനെയാണ് ദൈവം വസ്തിയെ നീക്കി എസ്തേറിനെ രാജ്ഞിയാക്കി എന്നുള്ള സംഭവങ്ങളും അതേപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും 55:8-9 വാക്യങ്ങളെ നമുക്കിവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. പ്രതിസന്ധികളിലും എല്ലാം നന്മയ്ക്കായിട്ടെന്ന് തിരിച്ചറിയുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്തതെന്നുള്ള ആ തിരിച്ചറിവ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഫിലിപ്പിയർ 2:3-4 വാക്യങ്ങളെ നമുക്ക് ബൈബിൾ റെഫറൻസ് ആയിട്ട് പഠിച്ചെഴുതാവുന്നതാണ്. അടുത്തത് അഹങ്കാരം തകർന്നു പോവുകയും ദൈവവിശ്വാസം ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. റോമൻസ് 12:16 വാക്യം നമുക്കിവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തത് പ്രാർത്ഥന, ഉപവാസം, ധൈര്യം, ദൈവജനത്തിൻ്റെ രക്ഷയുടെ സന്മാർഗം. ഇത്ര 9 വാക്യങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് അതേപോലെ തന്നെ റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ വിശ്വസ്തത, റൂത്തിൻ്റെ സമർപ്പണം, റൂത്ത് എങ്ങനെ റൂത്തിനെ സ്ഥിരപ്പെടുത്തി വീണ്ടെടുപ്പും പ്രത്യാശയിലേക്കും റൂത്തിനെയും കുടുംബത്തെയും കൊണ്ടുവരുന്നു. കഠിനാധ്വാനവും റൂത്തിൻ്റെ സൗമ്യതയും. റൂത്ത് തന്നെത്താനെ തീരുമാനിച്ചിട്ട് ബോവസിൻ്റെ വയലിലേക്ക് പോകുന്ന റൂത്തിൻ്റെ കഠിനാധ്വാനം. ബോവസിൻ്റെ അടുത്ത് സൗമ്യതയോടെ എല്ലാത്തിനും ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയോടെ നിൽക്കുന്ന റൂത്തിൻ്റെ ചിത്രം നമ്മൾ കാണുന്നതാണ്. അതേപോലെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള മമത. ഇത്രയും 4 പോയിൻറ്റ്സ് ആണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് പഠിച്ച് അതിനെ നമ്മൾ വികസിപ്പിച്ച് എഴുതി ബൈബിൾ റെഫറൻസുകളും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.